നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. പൂങ്കുന്നത്തെ വസതിയിലും തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലും ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ചു. മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2024-25 ക്ഷീര കർഷക സംഗമവും വല്ലച്ചിറ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനവും നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവം സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. പൂങ്കുന്നത്തെ വസതിയിലും തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലും ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ചു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പ്രസിദ്ധ ഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഭാവഗായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മന്ത്രിമാർ, പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കലാ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പൊതുദർശന വേദിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ഗായകൻ അന്തരിച്ചത്. ഒട്ടേറെ ഗാനങ്ങൾ സംഭാവന ചെയ്ത ജയചന്ദ്രന്റെ വിയോഗം മലയാള സിനിമയ്ക്കുൾപ്പെടെ തീരാനഷ്ടമാണ്. അനശ്വരനായ ഗായകനായിരുന്നു ശ്രീ ജയചന്ദ്രൻ. ഏറ്റവും അവസാനം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത്. വീട്ടിൽ വന്ന എൻ്റെ മകനെയും മകളെയും അദ്ദേഹം അനുഗ്രഹിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് എപ്പോൾ വന്നാലും ഇടയ്ക്ക് കാണാനുള്ള അവസരം എനിക്കുണ്ടാകുമായിരുന്നു. അപ്പം വളരെയേറെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ച് ഫോണിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ലേക്ക് ഷോറിലാണ് സാറ്, ഇപ്പം കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറയുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം പിരിയുമെന്ന് ഒരിക്കലും കരുതുകയല്ല. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മലയാള സിനിമയോട് ഏറ്റവും അടുപ്പിച്ച, മലയാള ഭാഷയോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ഒരു മഹാഗായകനായിരുന്നു ശ്രീ ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ നഷ്ടം മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും, ലോകമെങ്ങുമുള്ള മലയാളികൾക്കും തീരാ നഷ്ടമാണ്. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാന ഭാജനങ്ങളിൽ ഒരാളാണ് വിടവാങ്ങിയത്. നന്നേ ചെറുപ്രായം മുതൽ നാഷണൽ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മൃദംഗത്തിലും ലളിത സംഗീതത്തിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം ഓമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയൻകുട്ടനായും ജയചന്ദ്രൻകുട്ടനായും ഒക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ പിന്നാലെ വന്നവരൊക്കെ ജയേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. വളരെ ഇഴയെടുപ്പമുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുട എന്ന നാടിനോടുണ്ടായിരുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെയും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2024-25 ക്ഷീര കർഷക സംഗമവും വല്ലച്ചിറ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനവും നടന്നു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ ഒരു നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ചെറിയ ചെറിയ കൃഷികളും അതിൽ പ്രത്യേകിച്ച് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയൊരളവ് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ ഇവിടെ
ക്ഷീരവികസന വകുപ്പിൻ്റെ 10 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപയും കൂടി അതിൽ ചേർത്ത് 20 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. ആദ്യമായി ക്ഷീരവികസന വകുപ്പിനെ സംസ്ഥാന സർക്കാരിനെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത് ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകമായ എൻ്റെയും നമ്മളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭരണസമിതി 10 ലക്ഷം രൂപയും കൂടി നീക്കിവെച്ച് ഈ പദ്ധതിയെ ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ക്ഷീരസംഗമത്തിന് പുറമെ ബഹുമാനപ്പെട്ട MLA നിർദ്ദേശപ്രകാരം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി കൂടി ഇതോടൊപ്പം ഒരു ഇരട്ടി മധുരമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു സദസ്സ് നമുക്കുണ്ടാകുന്നത്. നമുക്കറിയാം, ക്ഷീര കർഷകർ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ആ രീതിയിലുള്ള ഇടപെടലുകൾ ക്ഷീര കർഷകർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ മേഖലയിൽ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീരവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N മീണ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ക്ഷീരഗ്രാമം പദ്ധതിയുടെ കീഴിൽ വരുന്ന കാടിത്തീറ്റ ധനസഹായ വിതരണം കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ചെയർമാൻ MT ജയൻ എന്നിവർ നിർവഹിച്ചു. ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകന് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. ഡയറി ക്യൂസ് വിജയികൾക്കുള്ള സമ്മാനം വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് നൽകി. ചടങ്ങിൽ ജെറി ജോസ്, വനജ ബാബു, TK ശങ്കരനാരായണൻ, TS നിഷ സന്ധ്യ കുട്ടൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപനമായി. നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവർക്ക് സിനിമാ താരം ആര്യ, പ്രദീപ് ചന്ദ്രൻ, ബിഗ് ബോസ് ഫെയിം സിബിൻ എന്നിവർ മെമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് ദീപാരാധനയും ഓച്ചിറ ശിവദാസ് കോട്ടപ്പടി നയിച്ച നാദസ്വര കച്ചേരിയും അരങ്ങേറി. തുടർന്ന് വിനായക കാവടി സംഘം നയിച്ച കാവടിയാട്ടം, മേജർ സെറ്റ് പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ഗുരുമുത്തപ്പന്മാർക്ക് കളം എന്നിവ നടന്നു. ചേർപ്പ് പഞ്ചായത്തിലെ 15, 17, 18, 19 വാർഡുകളിലെ അങ്കണവാടി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ നല്ലതാണ്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നമുക്കറിയാം. അതിൻ്റെ കൂടെ ഓരോ കുട്ടികൾക്കും എക്സ്ട്രാ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും. അത് പ്രോത്സാഹിപ്പിച്ചാലേ അവരതുമായിട്ട് മുന്നോട്ട് പോകും. അതിന് രക്ഷിതാക്കളും ഇതുപോലെ സ്കൂൾ അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ അത് അംഗൻവാടിയിൽ നിന്ന് നമുക്കറിയാം, 3 വയസ്സ് അംഗൻവാടികളിലാണ് ആദ്യം അവർ വീട്ടിൽ നിന്ന് പറിച്ച് നട്ട് പോയിരിക്കുന്ന സ്ഥലം.
അവിടുന്ന് അവർക്ക് ഇത്തരത്തിലുള്ള സർഗവാസനകൾ പഠിപ്പിച്ചു വരുമെന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ കുട്ടികളൊന്നും ഇവിടെ സന്തോഷിക്കട്ടെ. പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റാണ് സമാപിച്ചത്. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷനായി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും നാടകകൃത്തുമായ രഞ്ജിത്ത് ശിവ മുഖ്യാതിഥിയായിരുന്നു. 5 അംഗൻവാടികളിൽ നിന്നായി 30ഓളം പ്രതിഭകളുടെ സംഘനൃത്തം, അഭിനയഗാനം, ഫാഷൻ ഷോ, നാടൻപാട്ട്, പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ ഇനങ്ങൾ അരങ്ങേറി. തുടർന്ന് തൃശൂർ ചോയ്സ് സംഘടിപ്പിച്ച ഓൾ കേരള ടാലന്റ് പരീക്ഷയിൽ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറിയിൽ നിന്ന് ഗോൾഡ്, സിൽവർ, വെങ്കല മെഡൽ നേടിയവരെ ആദരിച്ചു. ചേർപ്പ് BPC ഇൻചാർജ് ദിവ്യ, ഹെഡ് മിസ്ട്രസ് VD ലതിക, PTA അംഗങ്ങളായ നിജി തോമസ്, ഷാരി ചന്ദ്രൻ, PH ഉമ്മർ, രഞ്ജിനി, PP നിർമ്മല, KA രാജി, ആദികേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഷ്ണുറാം നമ്പീശനെ ആദരിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനും ഏറെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാടകത്തിലെ A ഗ്രേഡ് വാങ്ങിക്കൊണ്ട് വിഷ്ണുറാം നമ്മോടൊപ്പമായിരിക്കുന്നത്. ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും വിഷ്ണുറാമിന് നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന ഏത് കലാകാരനായാലും, അതുപോലെ സാഹിത്യ രംഗത്തായാലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും, കായിക രംഗത്തായാലും അവരെയൊക്കെ പരിപോഷിപ്പിക്കുകയും അവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറം. സംസ്ഥാന കലോത്സവത്തിൽ അല്ലെങ്കിൽ ജില്ലാ കലോത്സവത്തിൽ A ഗ്രേഡ് ഫസ്റ്റ് മേടിച്ച്, അതും സംസ്ഥാന തലത്തിൽ രണ്ടു പേർക്ക് ആണ് ഇത്തരത്തിലുള്ളൊരു ജൂറി പരാമർശം കിട്ടിയത്. അപ്പോൾ ഏറെ അഭിനന്ദനാർഹമാണ്. കാരണം ഇനിയൊക്കെ താങ്കളുടെ വ്യക്തി ജീവിതത്തിലും നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ കടന്നു വരാത്തൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിപോഷിപ്പിക്കുകയും തുടർന്നും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോയി നല്ല രീതിയിൽ സമൂഹത്തിനും അതുപോലെ കുടുംബത്തിനും നല്ലൊരു എന്താ പറയുക യോദ്ധാവായി മാറാനായിട്ട് നമ്മൾ വിഷ്ണുറാമിന് കഴിയട്ടെ. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിലാണ് വിഷ്ണുറാം നമ്പീശൻ A ഗ്രേഡും സ്പെഷ്യൽ ജൂറി അവാർഡും നേടിയത്. അനുമോദന ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ വിഷ്ണുറാമിനെ ഷാൾ അണിയിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം വിനീത് തട്ടിൽ ഉപഹാരം കൈമാറി. സ്റ്റഡി സെന്റർ ഭാരവാഹികളായ നിസാർ കുമ്മംകണ്ടത്ത്, ഷക്കീർ ചെമ്മാപ്പിള്ളി, വില്ലി പട്ടത്താനം, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ദളം കേളിയിൽ ചെണ്ടയിൽ A ഗ്രേഡ് നേടിയ ശ്രീനിധിൽ സൈഗാളിനെ താന്യം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അനുമോദിച്ചു. 5ാം വാർഡിന്റെ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, ആശാ വർക്കർ സുശീല രാജൻ, സതി രംഗൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വാർഡിലെ നമ്മുടെ താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ പരിപാടികളും നടത്താറ്. അപ്പോൾ ശ്രീനിധിൽ സൈഗാള് ഇന്ന് നമുക്കറിയാം മദ്ദളത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ട് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി വിദ്യാർത്ഥികളെ ഈ കലയുമായി ബന്ധപ്പെട്ട് സൗജന്യമായി പഠിപ്പിച്ചുകൊണ്ട് സർവതോപതരം കലാകേന്ദ്രം ഒരു അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് പ്രിയപ്പെട്ട ശ്രീനിധിൽ. അതുപോലെ ഒട്ടനവധി പേര് നമുക്ക് ഇന്നലെയും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കഥകളിയായാലും ഒരുപാട് മറ്റേ കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ സൗജന്യമായിട്ട് വിദ്യാഭ്യസിപ്പിക്കുന്ന സർവതോപതരത്തിലെ വിദ്യാർത്ഥി കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീനിധിൽ. എല്ലാവിധ അഭിനന്ദനങ്ങളും ഹൃദയപൂർവ്വം 5ാം വാർഡിന് പേര് നേരുകയാണ്. കുന്നംകുളം ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്ക്. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയ്യൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. മണിയുടെ പറമ്പിന്റെ സർവേക്ക് എത്തിയതായിരുന്നു ഷിബു. പക്ഷികൾ വന്നിരുന്നതിനെ തുടർന്ന് സമീപത്തെ മരത്തിലെ കടന്നൽക്കൂട് ഇളകുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. തുടർന്ന് ഈ സമയം പറമ്പിലുണ്ടായിരുന്ന ഇരുവരെയും കടന്നലുകൾ ആക്രമിച്ചു. സമീപത്തെ തോട്ടിലേക്ക് എടുത്തു ചാടിയാണ് ഷിബു രക്ഷപ്പെട്ടത്. കടന്നലുകളുടെ ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം
താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കടന്നൽക്കൂട് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും കടന്നൽക്കൂട് എടുത്തു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പഴഞ്ഞി മങ്ങാട് കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചത്. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ തിരുവാതിര മകരവിളക്ക് മഹോത്സവം ജനുവരി 12, 13, 14 തീയതികളിൽ ആഘോഷിക്കുന്നു. തുടർന്ന് അക്ഷരശ്ലോകം, തിരുവാതിര കളികൾ, സഹസ്ര കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. പൂങ്കുന്നത്തെ വസതിയിലും തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലും ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ചു. മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2024-25 ക്ഷീര കർഷക സംഗമവും വല്ലച്ചിറ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനവും നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.